ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. അത് പുട്ടുകുറ്റിക്കകത്തല്ല ഉണ്ടാക്കുന്നത്, വാഴയിലേക്കകത്താണ്. അപ്പോൾ ദാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. വാഴയില വെച്ചിട്ട് ഇതുപോലെ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വാഴയുടെ ഒക്കെ ഒരു മണം കയറുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ, അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് ഈ പുട്ടിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ കപ്പിൽ തുളുമ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതിനുശേഷം ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എടുത്തേക്കുന്നത് 1/2 കപ്പ് തന്നെയാണ്. അപ്പോൾ പൊടി എടുക്കുന്ന സെയിം കപ്പിൽ തന്നെ വേണം വെള്ളം എടുക്കാനായിട്ട്. അത് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അതല്ല പച്ചരി പൊടിച്ചാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് തന്നെ വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ച് വെച്ചാൽ മാത്രം മതി. ഇനി ഇതിങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം, അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പൗഡർ പോലെ ആയിട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലത്തെ പുട്ടായിരിക്കും. ഇതിപ്പോൾ നല്ലൊരു പൗഡർ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണക്ക് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കീറിയെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആട്ടോ. അപ്പം നമുക്ക് എത്ര പുട്ടിന് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം അത്ര തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അതൊരു ചെരിഞ്ഞിട്ടായിരിക്കുന്ന കുറച്ച് കട്ടിയും ഉണ്ടാവും. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിലേക്ക് ഒരു ഈർക്കിലി കുത്തി കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. ഇതുപോലെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ അപ്പത്തിൻ്റെ തട്ടുണ്ടല്ലോ, അതാണ് വേണ്ടത്. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ടൂറ്റിയിൽ നിറയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3ാമത്തെ നിറയ്ക്കാനുള്ള പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. പുട്ടിന് തേങ്ങ വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെക്കുക കേട്ടോ. അപ്പോഴാണ് പുട്ടിന് നല്ല ടേസ്റ്റ്. ഈ പുട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം വെച്ചു തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് തുറന്നപ്പോൾ തന്നെ വാട്ടിയ വാഴയുടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുട്ട് നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ ഇതുപോലെ. വാഴയില കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.